പുലിപ്പല്ല് കൈവശം വെച്ചെന്ന കേസിൽ വേടൻ എന്ന ഹിരൺദാസ് മുരളിയെ വനം വകുപ്പിന്റെ കസ്റ്റഡിയിൽ വിട്ടു. പെരുമ്പാവൂർ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് 2 ദിവസത്തെ കസ്റ്റഡിയിൽ വിട്ടത്. വേടനെ കൊച്ചിയിലെ ഫ്ളാറ്റിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. അമൽനാഥ് പാടിച്ചാലിന്റെ റിപ്പോർട്ടിലേക്ക്. റാപ്പർ വേടനെ 2 ദിവസത്തെ കസ്റ്റഡിയിലാണ് പെരുമ്പാവൂർ കോടതി വിട്ടയച്ചിട്ടുള്ളത്. വരുന്ന 2 ദിവസം റാപ്പർ വേടൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ കസ്റ്റഡിയിൽ തുടരും. അതോടൊപ്പം തന്നെ നിലവിൽ പരിശോധനകളും ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട തെളിവെടുപ്പും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ആദ്യഘട്ടം എന്ന രീതിയിൽ ഇന്ന് വേടനെ കൊച്ചിയിലെ ഫ്ളാറ്റിൽ എത്തിച്ചിട്ടുണ്ടായിരുന്നു. കൊച്ചിയിലെ വൈറ്റ്ലയിലുള്ള ഫ്ളാറ്റിലായിരുന്നു എത്തിച്ചത്. അവിടെയുള്ള 6ാം നമ്പർ മുറിയിൽ നിന്നുമായിരുന്നു വേടനെയും ഒപ്പം തന്നെ സുഹൃത്തുക്കളെയും പോലീസ് പിടികൂടിയിട്ടുണ്ടായിരുന്നത്. ഇവിടെ വേടനെ എത്തിച്ച് ഏകദേശം 45 മിനിറ്റോളമായിരുന്നു ഈ തെളിവെടുപ്പ് നടത്തിയിട്ടുണ്ടായിരുന്നത്. ഈ തെളിവെടുപ്പിനായി വേടനെ അവിടെ എത്തിച്ച സാഹചര്യത്തിൽ അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. ഈ രഞ്ജിത്ത് കുമ്പിടി എന്ന ആ ഒരു വ്യക്തിയുമായി തനിക്ക് യാതൊരു തരത്തിലുമുള്ള ബന്ധം ഇല്ല എന്നായിരുന്നു വേടൻ്റെ പ്രതികരണം. അതോടൊപ്പം തന്നെ ഈ പുലിപ്പല്ല് അത് ഒറിജിനൽ ആണോ എന്ന് തെളിയിക്കേണ്ടത് ഉദ്യോഗസ്ഥരാണ് എന്ന രീതിയിലുള്ള പ്രതികരണവും വേടൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. ഈ 45 മിനിറ്റിന് ശേഷമുള്ള ഈ തെളിവെടുപ്പിന് ശേഷം വേടനെ പുറത്തിറക്കുകയും അപ്പോൾ ഈ റേഞ്ച് ഓഫീസർ പ്രതികരണം നൽകുകയും ചെയ്തിരുന്നു. ഇദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം ഈ ഒരു തെളിവെടുപ്പ് നടത്തിയത് അത് അന്വേഷണത്തിൻ്റെ ഭാഗമായി മാത്രമാണ്. നാളെ ഈ വേടനെ തൃശ്ശൂരിലേക്ക് എത്തിക്കും. തൃശ്ശൂർ വിയ്യൂരിലുള്ള ജ്വല്ലറി കേന്ദ്രീകരിച്ചാകും നാളെ തെളിവെടുപ്പ് നടത്തുക. ഈ ഒരു ജ്വല്ലറിയിൽ വെച്ചാണ് വേടൻ ഈ പുലിപ്പല്ല് ലോക്കറ്റാക്കി മാറ്റിയിട്ടുള്ളത്. ഇത് കേന്ദ്രീകരിച്ചാണ് നാളെ ഈ തെളിവെടുപ്പ് നടക്കുക. 2 ദിവസത്തെ കസ്റ്റഡി കാലാവധിയാണ്. നാളെ വൈകുന്നേരം 5 മണിയോടുകൂടി ഈ കസ്റ്റഡി കാലാവധി അവസാനിക്കും. നാളെ വൈകുന്നേരം 5 മണിക്ക് വേടനെ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യും. അമൽനാഥ് പാടിച്ചാലിൻ്റെ ആയിരുന്നു റിപ്പോർട്ട്.